കൃഷിലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി ജാക്ക് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ അപ്ഡേഷനാണ്. പലരും ചോദിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം നട്ട പ്ലാവിനെ കാണണം, അതിൻ്റെ വളർച്ചയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷിലോകം ചാനലിൽ ഒരുപാട് പേര് പ്ലാവിൻ തൈ നടുന്നവരുണ്ട്, അതുപോലെ നട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്ലാവ് കഴിഞ്ഞ ജൂൺ 1 നമ്മൾ നട്ടതാണത്. അത് ചക്കയായി. അപ്പോൾ അതെ 2 ചക്കയുണ്ട്, 3ാമത്തെ ചക്ക വരുന്നു. ഇപ്പോൾ പലതുമേയും ചക്ക ആവാനുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുതുമല്ല, സ്വല്പം ചോലയും കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് നിൽക്കുന്ന പ്ലാവൻ തൈയാണ്. ബാക്കിയുള്ളത് അതിലും കൂടുതൽ വെയിലും കാര്യങ്ങളും ഉണ്ട്, നല്ല ഇതിലും വലിപ്പത്തിലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഏകദേശം ഇതിന് വലിപ്പമുണ്ട്. എന്നാലും അതിനെ അപേക്ഷിച്ച് ഇത് അതിലും വലുതാണ്. പക്ഷേ ഇതിന്മേൽ ചക്ക ആയിട്ടില്ല. ചക്ക ആവാനുള്ള കണ്ടീഷനായി ഇതൊക്കെ വന്നത് ചക്ക വരാനുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഈ കൊല്ലം വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്ത കൊല്ലം ഇതുമേയൊക്കെ ചക്ക കിട്ടും. എല്ലാ തൈക്കളും ഏകദേശം ഒരേ മോഡലിൽ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുന്ന വളങ്ങൾ ശരിക്കും 2020 വെച്ചതാണ് അല്ലേ? ജൂൺ 1 നമ്മൾ നട്ടതാണ്. ഇപ്പൊ 21 ഓഗസ്റ്റ് ലാസ്റ്റ് ആവുന്നു. അപ്പോൾ ജൂലൈ ആഗസ്റ്റ്, അപ്പോൾ 12 14 മാസം ആവണം. 13 മാസം ആയപ്പോഴേക്കും നമുക്ക് ചക്കയായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നവംബർ 1 ശരിക്കും നമ്മളൊരു 6 മാസം പ്രായമുള്ളതാണ് നട്ടിരിക്കുന്നത് അല്ലേ? അതെ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നവംബറിൽ അക്കരെ അവിടുത്തെ പറമ്പിൽ നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ട്. അത് ചക്കയായിട്ടില്ല. ഈ സീസണിൽ ആവാൻ ചാൻസ് കുറവാണ് അടുത്ത തവണത്തേക്ക്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്ലാവ് വെച്ചിട്ട് വർഷങ്ങൾ 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞു, പക്ഷേ നമ്മുടെ പ്ലാവിനൊരു അനക്കവും ഇല്ല, നന്നായിട്ട് പൊങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ പ്ലാവിന് കൊടുക്കുന്ന കെയറും കാര്യങ്ങളും കുറവായിരിക്കും. അതിനാവശ്യമായ വളവും കാര്യങ്ങളും കിട്ടാനുണ്ടാവില്ല. അല്ലെങ്കിൽ വളർച്ചയും കാര്യങ്ങളും ഉണ്ടായിട്ടും ചക്ക ഉണ്ടാവണില്ലെങ്കിൽ അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ പ്ലാവിൻ്റെ ബഡ് എടുത്ത ഇത് അത്ര പ്രോപ്പറായിരിക്കില്ല. കാരണം ശരിയായ ബഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നല്ല വെയിലിൻ്റെ ഉള്ള സ്ഥലത്ത് മുകളിലേക്ക് വളരുന്ന സംഭവത്തിൻ്റെ ഈ പാർട്ട് എടുത്തിട്ടാണ് നമ്മൾ മുകളിൽ എടുക്കുന്നത്. അത് താഴേക്ക് വളരണ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്താൽ പിന്നെ ഒരുവിധം ചക്കയായി 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്ലാവിൽ നിന്ന് ശരിക്കും ബഡ് എടുക്കാവൂ. അങ്ങനെയൊക്കെ ചെയ്യാതെ തോന്നിയോണം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും കൊണ്ടാവാം, അല്ലെങ്കിൽ വളക്കുറവ്, ഇങ്ങനെ പല കാരണങ്ങളാലെ വരാം. ഇപ്പോൾ ബഡ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്ത് മേടിക്കാൻ പോകണമെന്നൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് സാധാരണ നോർമൽ ചക്കക്കുരു പാകാം, അതെല്ലാം മുളച്ച് കിട്ടും. അത് മുളച്ച് കിട്ടിയതിന് ശേഷം ഒരു കൈവിരലിൻ്റെ വലിപ്പം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ തൈക്ക് പൊളിക്കാനുള്ളൊരു കണ്ടീഷനായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഏകദേശം ഇവിടെ ഒന്ന് കാണിച്ചു തരാമോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വലിപ്പമൊക്കെ ആയാൽ നമുക്ക് സുഖമായിട്ട് ബഡ് ചെയ്യാം. ഇതിലും സ്വല്പവും കൂടി വലുതായാൽ നല്ലത്, കാരണം ഇതുമ്പോൾ പൊളിച്ച് കിട്ടാൻ ഒരു ചെറിയ പാടുണ്ടാവും. ഇതാണെങ്കിൽ നല്ല കണ്ടീഷൻ. ഇത്രയും വലിപ്പം വന്ന് എൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമ്പോൾ ബഡ് ചെയ്യാം. നമ്മൾ ബഡ് ചെയ്യണ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. അത് കണ്ടിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന. പിന്നെ ഗ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യാം. പ്ലാവ് ഗ്രാഫ്റ്റൊക്കെ ചെയ്താൽ സൂപ്പറായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഈ അടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ എല്ലാവരും അത് കാണാം, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലാവും തൈകൾക്ക് ചെറുപ്രായത്തിൽ എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് എന്നൊന്ന് പറയാമോ? നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തൈ വെച്ച് കൊടുക്കുമ്പോൾ അതിന് വേരുകൾ കുറവായിരിക്കും. അപ്പോൾ നമ്മളുടെ മണ്ണിൽ പാസ് ചെയ്ത് പോയി വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാനിവിടെ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിവളമായിട്ട് ചാണകം, ആട്ടുംകാട്ടം, അങ്ങനത്തെ എല്ലുപൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും, വേപ്പും പിണ്ണാക്കും, സ്വല്പം ശർക്കരയും കൂടിയിട്ട് പുളിപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കും. അതൊഴിച്ചു കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ വേരുകൾക്ക് വളം വലിച്ചെടുക്കാനും കാര്യങ്ങളും നമുക്ക് ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായിട്ട് ഗ്രോത്ത് കിട്ടും. അങ്ങനെ വളർന്നു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നമ്മൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമൊക്കെ വളം കൊടുത്താൽ മതി. അത് കൊടുത്താൽ അവർ ബാക്കി ഭൂമിയിലുള്ള വളവും ഇതൊക്കെ അവരുടെ വേര് പാസ് ചെയ്ത് വലിച്ചെടുത്തോളും. നമ്മൾ ശരിക്കും കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഒരു 5-6 മാസം ശരിക്കും കെയർ ചെയ്ത് കൊടുത്താലേ ഈ തൈ പൊന്തി പോരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ തൈയുടെയൊക്കെ കാര്യമെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇതിന് ഒരുപാട് വളം കൊടുത്തില്ലെങ്കിലും ഇത് വലുതാവും, ഇതിന്മേൽ ചക്കയുണ്ടാവും. കാരണം ഇത് ഇത്രയും വലിപ്പത്തിലായി. സ്വയം അതിൻ്റെ ആവശ്യമായ വളവും കാര്യങ്ങളും വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ ഈ പ്ലാവിന് വന്നു.
അപ്പം നമ്മൾ ചെറുപ്രായത്തിൽ വളരെ കെയർ കൊടുക്കണം. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുന്നായിട്ട് നമുക്ക് ചക്ക ഉണ്ടായി കിട്ടും. ചാനലിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇതിലിങ്ങനെ എന്താണ് കൂമ്പലകളൊക്കെ മുരടിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് കൂമ്പലകൾ? അത് നമ്മളുടെ ചെറുപ്രായത്തിൽ ഇങ്ങനത്തെ ശല്യങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് എല്ലാ കംപ്ലൈൻറ്റിനും ഇപ്പോൾ ഇതിന് ഫംഗസ് കയറിയാൽ തന്നെ ഫംഗസ് കയറിയാലൊക്കെ ചെടി പെട്ടെന്ന് പോകും. അതിന് നമുക്ക് ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ ബോർഡോ മിശ്രിതം. അത് ഇടയ്ക്കിപ്പോൾ ഒരു മാസം കൂടുമ്പോൾ ഒരു ദിവസം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കംപ്ലൈൻറ്റും വരില്ല. ചെറുപ്രായത്തിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അല്ലേ? പ്ലാവും തൈ നട്ട് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ ഒരു ചെറിയ കീടശല്യം എന്തെങ്കിലും വന്നാലും ഇതിനൊന്നും അത് ഏക്കില്ല. ഒരു ചെറിയ കമ്പ് ഒരെണ്ണം ഉണങ്ങിപ്പോയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. അത് ചെറുപ്രായത്തിലാണെങ്കിൽ നമ്മളുടെ ഇപ്പം നമ്മുടെ അങ്ങനെ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ അവിടുത്തെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ ആ പ്രോബ്ലം മനസ്സിലാകും. ഇതിൻ്റെ കൂമ്പ് ഇല വാടിപ്പോകുന്ന അവസ്ഥ അല്ലേ? ഇല വാടിപ്പോകും. അത് ഒരു സൈസ് ജീവി വന്നിരുന്ന് നീരൂറ്റി കുടിച്ചു പോകുന്നു. ചെറുതരം ചിലതിന് സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ ഇലയൊക്കെ കരണ്ട് തിന്നുന്ന പ്രശ്നത്തിന് നമുക്ക് ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്താൽ മതി. പിന്നെ വരില്ല. എല്ലാവിധ രോഗങ്ങൾക്കും പറ്റിയ സാധനമാണ് ബോർഡോ മിശ്രിതം. അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് മാസത്തിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്താൽ പിന്നെ ഇതിലേക്ക് ഒരു കീടങ്ങളും വരില്ല, ഫംഗസ് വരില്ല, മറ്റ് കീടശല്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പ്ലാവിൻ്റെ കീടശല്യം കാര്യങ്ങളും പറഞ്ഞില്ലേ, ഇത് ഒരു സൈസ് കീടമാണ്. നമ്മൾ കണ്ടാൽ തോന്നില്ല, അതിനെ ഉറുമ്പ് വന്നിരുന്ന് തിന്നണുണ്ട്. അത് ജീവനുള്ള സംഭവമാണ്, കണ്ടാൽ നമുക്ക് തോന്നില്ല. പക്ഷേ ഈ പാർട്ടിലെ നീര് കുടിക്കുകയും കാര്യങ്ങളും ചെയ്യാണത്. ഇത് നമ്മൾ കൈക്ക് എടുത്താൽ അങ്ങോട്ട് പോരും. ഇത് കണ്ട, ഇത് കണ്ട. അപ്പോൾ അതിന് ജീവനുള്ളൊരു സാധനമാണ്. അത് നമ്മുടെ പ്ലാവും തൈയുടെ ഇതുമോ വന്നിരുന്ന് അത് നീര് കുടിക്കും. നീര് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാവും തൈ ഉണങ്ങിപ്പോവും. അപ്പോൾ ചെറിയ തൈയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ തൈ വലുതായതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഏക്കില്ല. ഒരു കമ്പ് ഉണങ്ങിയാലും വലിയ പ്രശ്നം നമുക്ക് നേരിട്ടില്ല. അപ്പോൾ പ്ലാവുകളുമൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ ഉള്ളത് ചത്തും പോവും, ബാക്കിയുള്ളത് വരയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.